ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചുരിദാറിൻ്റെ ആണെങ്കിലും ബ്ലൗസിൻ്റെ ആണെങ്കിലും അതായത് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾക്ക് ഒരു ബബിൾസ് വെച്ചിട്ടാണ് മോഡൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് വെച്ചിട്ട് ബബിൾസ് വെക്കുക എന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാറിൻ്റെ സ്ലീവിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരിദാറിൻ്റെ ബോട്ടം പീസാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചുരിദാറിൻ്റെ ബോട്ടം പീസിന് നമ്മൾ ഇതുപോലെ ചെറിയ സ്ക്വയറായിട്ട് ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബബിൾസ് എടുത്തിട്ട് ആ ബോട്ടം പീസിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ കെട്ടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ഇവിടെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബബിൾസ് കെട്ടേണ്ടത്. നമ്മൾ ഏത് പീസിലാണോ ബബിൾസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പീസ് ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ വെച്ചിട്ട് ബബിൾസ് ഫസ്റ്റ് കുറേ കെട്ടി വെക്കണം. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്ര ബബിൾസ് കെട്ടി വയ്ക്കാം. ഇപ്പം ഞാനിത് ചെയ്യുന്നത് ചുരിദാറിൻ്റെ നെക്കിലല്ല, ചുരിദാറിൻ്റെ സ്ലീവിലാണ് ബബിൾസ് വെക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ കുറച്ച് ബബിൾസൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ബബിൾസ് കെട്ടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നത്. എന്നിട്ട് ഇതിപ്പോൾ ചുരിദാറിൻ്റെ സ്ലീവിലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ സ്ലീവിൽ ലൈനിങ് വെക്കേണ്ട. അപ്പോൾ ലൈനിങ് വെക്കാത്തത് കൊണ്ട് ഫസ്റ്റ് ചെയ്യുന്നത് ചുരിദാറിൻ്റെ എൻഡിൽ ഒരു 1/4 ഇഞ്ചായിട്ട് നല്ല വശത്തോട്ടാണ് ഞാനിതിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല വശത്തു നിന്നാണ് ഈ ബബിൾസ് വെക്കുന്നത്. ഇതുപോലെ ഫസ്റ്റ് ചുരിദാറിൻ്റെ എൻഡിൽ ഒരു 1/4 ഇഞ്ച് നല്ല വശത്തേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റിച്ചിങ് മടക്കിയിട്ട് ഇതുപോലെയാണ് ബബിൾസ് വെച്ച് കൊടുക്കുന്നത്. ഇത് ലൈനിങ് ഇല്ലാത്തതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ലൈനിങ് ഉള്ളതിലാണെങ്കിൽ വേറെ മോഡലില്ല. ഇതുപോലെ തന്നെ ലൈനിങ് ഉള്ളതിലും ചെയ്യാം. ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ചുരിദാറിൻ്റെ അതായത് സ്ലീവിൻ്റെ എൻഡ് നമ്മളൊരു 1/4 ഇഞ്ചിൽ നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതേ ഫോൾഡ് തന്നെ ഒരു 1/4 ഇഞ്ച് കൂടെ ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ ബബിൾസ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് അടിവശത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ മേൽ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബബിൾസ് വയ്ക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നെക്കിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നെക്കിൽ വെക്കുന്നതായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.